UPSC എക്സാമിൽ ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പോളിറ്റിയാണ്. ബാക്കി ഏത് സബ്ജക്ട് നിങ്ങൾ എടുത്ത് നോക്ക്, അത് നല്ല റാൻഡം സർപ്രൈസസ് കൊടുക്കാറുണ്ട്. ഇക്കണോമി എടുത്ത് നോക്ക്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സർപ്രൈസസ് കിട്ടാറുണ്ട്. അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റാൻഡം സർപ്രൈസസ് കിട്ടാറുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പക്ഷേ പോളിറ്റിയുടെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഫൈനൈറ്റ് ആണ്, വെൽ ഡിഫൈൻഡ് ആണ്, ലോജിക്കലി ഡിഫൈൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർലി ക്വാണ്ടിഫൈഡ് ആണ്. വൺസ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തം നിലനിൽക്കും. പ്രിലിംസിൽ മാത്രമല്ല, അത് മെയിൻസിനും ഹെൽപ്ഫുൾ ആണ്, അതിനുശേഷം ഇന്റർവ്യൂവിന് ഹെൽപ്ഫുൾ ആണ്, അതിനുശേഷം നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഇത് ഹെൽപ്ഫുൾ ആണ്. സോ അത്രയും റിസ്ക് കോസ്റ്റ് ബെനിഫിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ബേസിക്കലി പോളിറ്റി. സോ ഇന്ന് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് പോളിറ്റിയിൽ മാക്സിമം ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും, അതെങ്ങനെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബുക്കിൽ നിന്ന്, അതുപോലെ എങ്ങനെ 90% ആക്യുറസി നിങ്ങൾക്ക് പോളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതൊരു പ്രിസൈസ് എവിഡൻസ് ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. സോ അത് ഫോളോ ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, അതിനുശേഷം നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഏത് വർഷം എടുത്ത് നോക്കൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 12 to 15 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് എന്തായാലും പോളിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. ചില സമയങ്ങളിൽ 20 കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് 12 to 15 ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഈസി ആയിട്ട് 25 to 30 മാർക്സ് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇവിടെ കോൺഫിഡന്റ് ആണ്, സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ. റിമെമ്പർ, കട്ട് ഓഫ് 2023 വന്നത് 75 ആണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് 25 to 30 കിട്ടും. കട്ട് ഓഫ് 75 ആയിരുന്നു, കുഡ് ബി 80, 90, നമുക്ക് 100 ആണ് വേണ്ടത്. സോ ഓൾമോസ്റ്റ് 1/3 നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പോളിറ്റിയും എക്കണോമി നിങ്ങൾ നല്ലതായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 60% ഓഫ് യു പ്രിലിംസ് ഡൺ. പിന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടാണ്. സോ അത്രയും ഇഫക്റ്റീവ് ആണ്, അത്രയും കോസ്റ്റ് ബെനിഫിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണിത്. സോ എന്തുകൊണ്ടാണ് ഇത് ഞാൻ എപ്പോഴും ഗോൾഡ് മൈൻ ആണെന്ന് പറയും പോളിറ്റി? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിലബസ് ഫൈനൈറ്റ് ആണ്, വെൽ ഡിഫൈൻഡ് ആണ്, അല്ലാണ്ട് ആകാശത്തു നിന്നൊന്നും ചോദിക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് സം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സോ ഫൈനൈറ്റ് സിലബസ് ആണ്. ക്വസ്റ്റ്യൻസ് കോൺസെപ്ഷ്യൽ ആണ്, അല്ലാണ്ട് ഒബ്സ്ക്യൂർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി നിങ്ങൾ 1979 തുടങ്ങി ഇതുവരെയുള്ള UPSC എക്സാം എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എഫേർട്ട് കൊടുക്കുന്നതും കിട്ടുന്ന റിട്ടേണും തമ്മിലുള്ള റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ മറ്റേത് സബ്ജക്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ പോളിറ്റിയിലാണ്. സോ നിങ്ങൾ പോളിറ്റിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളിറ്റി നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പോളിറ്റി നിങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോൺ തരും. അത് തന്നെ നിങ്ങൾക്ക് ഒരു 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾ പ്രിലിംസിൽ ഹാഫ് ദ ബാറ്റിൽ വൺ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ കോർ ഓഫ് ദ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ബേസ് ഫൗണ്ടേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഭരണഘടനയാണ്. അതിൽ എവ്രി ആർട്ടിക്കിൾ, എവ്രി സ്കെഡ്യൂൾ, എവ്രി കോൺസെപ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ 1978 തുടങ്ങി ഇതുവരെയുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കിൽ നിന്നും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പോളിറ്റിയിൽ. ഒന്നും ഇതുവരെ സ്പെയർ ചെയ്തിട്ടില്ല. സോ അതിന് നിങ്ങൾക്ക് ഏത് ബുക്കാണ് വേണ്ടത്? ഒരു ബുക്ക് മാത്രം മതി, അത് ലക്ഷ്മികാന്ത് ആണ്. ഇന്ത്യൻ പോളിറ്റി ലക്ഷ്മികാന്ത്. മോസ്റ്റ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്, നോട്ട് ഫോർമാറ്റിലാണ് എഴുതിയേക്കുന്നത്. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, റിവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി അതല്ല, അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DD ബസ് ഫോളോ ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതെല്ലാം കുറച്ച് ഒരു ഓഥന്റിക് കമന്ററി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഭാഷ് കശ്യപ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവർ പാർലമെന്റ് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്തത് ലക്ഷ്മികാന്ത് ആണ്. ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് ലക്ഷ്മികാന്ത് ആണ്. കാരണം ഈസിയാണ്, കാരണം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല നമ്മൾ വരുന്നത്. സോ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഏറ്റവും നല്ലത് പോളിറ്റി ബൈ ലക്ഷ്മികാന്ത് ആണ് അല്ലെ? TMH പബ്ലിക്കേഷൻസ്. അത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ബുക്ക് മാത്രം പിക്ക് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. റീഡ്, റിവൈസ്, റിപ്പീറ്റ്, റീഡ്, റിവൈസ്, റിപ്പീറ്റ്, റീപ്രൊഡ്യൂസ്, റീറ്റെയിൻ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ പോളിറ്റി ഒരിക്കലും നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവാർഡ് ചെയ്യുന്നില്ല. കളക്ടിങ് മെറ്റീരിയൽസിന് ആർക്കും റിവാർഡ് ചെയ്യില്ല. അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, UPSC, കംട്രോളർ, ഓഡിറ്റർ ജനറൽ, ഫൈനാൻസ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, എല്ലാം പഠിക്കുക. അതിൻ്റെ എല്ലാം ലോജിക്കും കാര്യങ്ങളും എല്ലാം. എവ്രി സിംഗിൾ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഓരോ വർഷവും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അറ്റ്ലീസ്റ്റ് വൺ UPSC ക്വസ്റ്റ്യൻ എവ്രി സിംഗിൾ പാർട്ട്, അത് വെദർ ഇറ്റ് ഇസ് പ്രിയാമ്പിൾ, വെദർ ഇറ്റ് ഇസ് ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, എവ്രി സിംഗിൾ പാർട്ട് they ask questions. So nothing you can ignore. Now, beyond constitution, പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. സോ UPSC കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് മാത്രമല്ല ചോദിക്കുന്നത്,
സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും എക്സിക്യൂട്ടീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. സോ ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ കൂടെ ഇതാണ് റിയൽ ഗവേണൻസ് മെഷീനറി എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെ, പുതിയൊരു ആക്ട് വഴി വന്നതാണ്. സോ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം, പവർ എന്താണെന്ന് നോക്കണം. പിന്നെ CBI അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എങ്ങനെയാണ്, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946. സോ നിങ്ങൾ അത് നോക്കണം, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിമൻ കമ്മീഷൻ, നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ അല്ലെ, NCPCR, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷൻസ്, RTI ആക്ട് 2005 അതുവഴിയാണ് വന്നത്. സോ ലോക്പാൽ ലോകായുക്ത ആക്ട് 2013, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻസ്, ആ ന്യൂ ആക്ടിന്റെ ആ ഹൈറാർക്കി. പിന്നെ നീതി ആയോഗ് എന്താണ്, അതിന്റെ കോമ്പോസിഷൻ എന്താണ്, പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു മുമ്പ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്താണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്താണ്, ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്താണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിന്റെ റോൾ എന്തൊക്കെയാണ്, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്താണ്, അത് ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ്, ഫൈനാൻസ് മിനിസ്ട്രി ആണ്, പലരും വിചാരിക്കും MH ആണ് അല്ലെ. പിന്നെ അത് ഏത് ലോ, അത് ഗവേൺ ചെയ്യുന്ന ലോസ് ഏതാണ്, PMLA, FEMA ലോസ് ആണ്. പിന്നെ DRI, അതിന്റെ മിനിസ്ട്രി, അതിന്റെ മാൻഡേറ്റ്. സോ നിങ്ങൾ ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം എടുക്കുക. കാരണം ഓൾമോസ്റ്റ് എവറി ഇയർ അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. സോ ഇതെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ്, ഷുവർ ഷൂട്ട് ആണ്, നിങ്ങളത് മിസ്സാവില്ല. ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിവാർഡാണത്. സോ എല്ലാം എടുക്കുക, പഠിക്കുക, സിമ്പിൾ ആണ്. ഇനി അടുത്തത് ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള റിയൽ സ്കോറിംഗ് എഡ്ജ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഇന്റഗ്രേഷൻ ആണ്. പോളിറ്റിയുടെയും കറണ്ട് അഫയേഴ്സ് പ്രെഡിക്റ്റബിൾ ആണ്. നിങ്ങൾ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് നോക്കുക. 2, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽസും ആക്ട്സും, അത് പാസ് ചെയ്തതാണെങ്കിലും പെൻഡിങ് ആയിട്ടിരിക്കുന്നതാണെങ്കിലും. പിന്നെ നോക്കേണ്ടത് മേജർ ഗവൺമെന്റ് ഡിസിഷൻസ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ അഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഡിസിഷൻ. ഈ 3 കാര്യങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി. പക്ഷേ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, UPSC ആ ഇവന്റിനെ പറ്റി ആയിരിക്കില്ല ചോദിക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനായിരിക്കും. UPSC മെയിൻലി ടെസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട്. അതായത് ബാക്ക്വേർഡ് ലിങ്കേജ് വേണം. ഒരു ഇവന്റ് വന്നു, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇപ്പോൾ സ്റ്റേറ്റ് റിലേറ്റഡ് ഇഷ്യൂ, ഗവർണർ, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. സോ നിങ്ങൾ ഗവർണറിനെ പോയി പഠിച്ചിട്ട് അത് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്, ഗവർണറിന്റെ പവർ എന്തൊക്കെയാണ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് എന്തൊക്കെയാണ്, വേരിയസ് കമ്മീഷൻസ് ഏതൊക്കെയാണ്, അതെല്ലാമാണ് പഠിക്കുന്നത്. അതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇവന്റ്, അതിന്റെ റിലേറ്റഡ് ലോ അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈൻ കോൺസെപ്റ്റ്സ് ഓർ ആർട്ടിക്കിൾസ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 2022 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫ്ലാഗ് കോഡ് അമെന്റ്മെന്റ് റിലേറ്റഡ്. അപ്പൊ എല്ലാവരും അവിടെ മെമ്മറൈസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, പോളിസ്റ്റർ റൂൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെമ്മറൈസ് ചെയ്തത്. പക്ഷേ UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ജസ്റ്റ് 1 മിനിറ്റ്. അല്ലെ, പക്ഷെ UPSC ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് റേഷ്യോ ഓഫ് ദ ഫ്ലാഗ്, അത് 3:2. സോ അത് ചോദിച്ചത് 2002 ഫ്ലാഗ് കോഡിൽ നിന്നാണ്, അല്ലാണ്ട് നമ്മൾ ഇപ്പോഴത്തെ ആ ഇവന്റ് ബേസ് ചെയ്തിട്ടല്ല. അതുപോലെ വേറൊരു എക്സാമ്പിൾ, റഷ്യ-യുക്രൈൻ കോൺഫ്ലിക്ട്. സോ അവിടെ ഹെഡ്ലൈൻ ടോപ്പിക് എന്താണ്, വാർ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും, വിച്ച് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് നാറ്റോ അല്ലെ, നാറ്റോ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഇങ്ങനത്തെ ഇന്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഓർഗനൈസേഷൻസ് പഠിക്കുക, അതിന്റെ ട്രീറ്റി പഠിക്കുക, ഗവേൺ ചെയ്ത് ആ ഗ്ലോബൽ ഇഷ്യൂന് ബിഹൈൻഡ് ആയിട്ടുള്ളത്. പിന്നെ 2026 സെൻസസ് ലിങ്ക് ആയിട്ടുള്ള ഡീലിമിറ്റേഷൻ. സോ ഒരു ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം നമുക്കതിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കാം, ഡീലിമിറ്റേഷൻ ന്യൂസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, വെൻ വാസ് ദ ഫസ്റ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വാസ് ഫോംഡ്, ഹു ചെയർഡ് ദാറ്റ്, വെൻ വാസ് ദ ഫ്രീസ് ഇംപോസ്ഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ വേക്കൻസി ന്യൂസിലുണ്ട് അല്ലെ, അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ, നിങ്ങൾ പോകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്. സോ ന്യൂസ് ഇപ്പൊ വന്നത് പോസ്റ്റ് വേക്കൻറ്റ് ഫോർ 6 years ആയിട്ട്. സോ ക്വസ്റ്റ്യൻ എന്തായിരിക്കാം, ഹു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ഇന്ത്യ, അല്ലാണ്ട് ഇത് വേക്കന്റ് ആണോ അല്ലയോ എന്നല്ല ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഹു വാസ് ദ വിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ലേറ്റർ ബിക്കെയിം സ്പീക്കർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 2022. സോ പ്രസിഡന്റ് സെലക്ടഡ്, അതാണ് ഇവന്റ്, അവിടെ പ്രസിഡന്റ് ഇലക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും, the value of vote of MLA of Kerala is higher than value of vote of Madhya Pradesh MLA. True or false? സോ അത് പ്രസിഡന്റ് ഇലക്ഷൻ ആണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് കോൺസെപ്റ്റ്സ് ആണ്, അവിടെ ക്ലിയർ ആയിട്ട് അറിയണത്. അതെന്തിനാ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന, ആർട്ടിക്കിൾ 55 അല്ലെങ്കിൽ 1971 സെൻസസ് ഫിഗേഴ്സിന് ലിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ UPSC ടെസ്റ്റ് ചെയ്യുന്നത്
നിങ്ങളുടെ ഗ്രാസ്പിംഗ് ഓഫ് കോൺസെപ്റ്റ്സ് ആണ് ബിനീത്ത് ദ ന്യൂസ്. ആ ന്യൂസ് അല്ല, ആ ഇവന്റ് അല്ല. ഇവന്റ് ഓൾറെഡി സംഭവിച്ചു, അത് എല്ലാവർക്കും അറിയാം, പബ്ലിക്കിന് മൊത്തം അറിയുന്നതാണ്. അതിന് ബിഹൈൻഡ് ഉള്ള കോൺസെപ്റ്റ് ആണ്. സോ നിങ്ങൾ പോകേണ്ടത് ഇങ്ങനെയാണ്: ഫ്രം ഹെഡ്ലൈൻ, അതാണ് ഇവന്റ്, ഗോ ടു ദ ലോ, അല്ലെങ്കിൽ ഗോ ടു ദ കോൺസെപ്റ്റ്, ഗോ ടു ദ ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ബാക്ക്വേർഡ് ലിങ്കേജ് ആണെന്നുള്ളത്. പിന്നെ സംഭവിക്കുന്ന പല ടോപ്പേഴ്സിനും സംഭവിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഇയർ ബുക്ക് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഇയർ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് 5 to 7 ക്വസ്റ്റ്യൻ എവറി ഇയർ ഡയറക്ട്ലി പോളിറ്റിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഫുൾ ആയിട്ട് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 4 ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി: നാഷണൽ സിംബൽസ്, പോളിറ്റി, ലോ ആൻഡ് ജസ്റ്റിസ് ആൻഡ് ഫൈനാൻസ്. ഈ 4 ചാപ്റ്റേഴ്സ് പോളിറ്റിന്ന് നിങ്ങൾ ഇന്ത്യ ഇയർ ബുക്ക് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇനി വേറെ സബ്ജക്റ്റുകൾക്ക് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്ത്യ ഇയർ ബുക്ക് ഒരു ഗോൾഡ് മൈൻ ആണ് ആക്ച്വലി. കാരണം എക്കണോമിക് റിലേറ്റഡ് സബ്ജക്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് വായിക്കണം. പക്ഷെ ഇവിടെ പോളിറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പോളിറ്റിനെ പറ്റിയാണ് പറയുന്നത്. 4 ചാപ്റ്റേഴ്സ്: നാഷണൽ സിംബൽസ്, പോളിറ്റി, ലോ ആൻഡ് ജസ്റ്റിസ്, ഫൈനാൻസ്. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഫുൾ ബുക്ക് വായിക്കുന്നതാണ് നല്ലത്, പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോമോ അങ്ങനെ എന്തെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 4 ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ പോളിറ്റി സൈഡിൽ കവർ ചെയ്യണം. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി ഈ ഒരു 4 ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ. ഈ ബോഡീസ് എല്ലാം ED, DRI, ഫൈനാൻസ് കമ്മീഷൻ, അതെല്ലാം ഈസി ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് പല ആൾക്കാരും NCERT ഇഗ്നോർ ചെയ്യും. ലക്ഷ്മികാന്ത് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ചില ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം പൊളിറ്റിക്കൽ തിയറീസ് എന്ന് ചോദിക്കും. ലൈക്ക് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻസ് ലിബർട്ടി, വാട്ട് ഇസ് എസെൻസ് ഓഫ് ഇക്വാലിറ്റി ഇൻ ഡെമോക്രസി. അതൊന്നും ലക്ഷ്മികാന്തിൽ വരില്ല, പക്ഷെ അങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവേണ്ട, ഒരു ഫെമിലിയാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലാസ് 11-12 NCERT വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇങ്ങനത്തെ കുറെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിരുന്ന് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് സെപ്പറേറ്റ് നോട്ടൊന്നും എടുക്കണ്ട. ഒരു ദിവസം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് 3 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്ക് ഈസി ആയിട്ട് വായിച്ചത് +1, +2 ടെക്സ്റ്റ് ബുക്സ് ആണ്, കുട്ടികൾ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അത്ര വലിയ കാര്യമായിട്ടൊന്നും അതിലില്ല. സോ ഒരു 2-3 മണിക്കൂർ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുക, സെപ്പറേറ്റ് നോട്ടൊന്നും ഉണ്ടാക്കി സമയം കളയണ്ട, പക്ഷേ റിവൈസ് ചെയ്യുക. മൂക്കിന് മുമ്പും ആക്ച്വൽ എക്സാമിന് മുമ്പും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഏതെങ്കിലും ഒരു നല്ല സോഴ്സ് എടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതായിട്ട് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്യുക. അത് ലക്ഷ്മികാന്താണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എല്ലാം കവർ ചെയ്യുക. പിന്നെ പോളിറ്റിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയർ ലിങ്കേജ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്സ് റീസെന്റ് ആയിട്ടുള്ളത് നോക്കുക, ബിൽസ് നോക്കുക, ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് നോക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുക. ഓക്കെ, അതുപോലെ 4 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ ഇന്ത്യ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, +1, +2 NCERT കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒന്നുമില്ല, റിവൈസ് റിവൈസ് റിവൈസ്, അത് നിങ്ങൾ മാസ്റ്റർ ആവുക. സോ പോളിറ്റി ഒരു സബ്ജക്റ്റ് മാത്രമല്ല, പോളിറ്റി ഗവേണൻസിന്റെ ലാംഗ്വേജ് ആണ്, അല്ലെ? അതല്ല, നിങ്ങൾ എന്തൊക്കെയാണ് റൈറ്റ്സ്, എന്തൊക്കെയാണ് പവേഴ്സ്, എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ആക്ച്വലി നിങ്ങൾ മാർക്കിന് വേണ്ടി മാത്രമല്ല, ഒരു ഒരു ഓഫീസർ മൈൻഡ് സെറ്റും ഡെവലപ്പ് ചെയ്യണം അവിടെ. സോ പോളിറ്റിനെ പേടിച്ചിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്യൂരിയോസിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യുക. ഫൈനൈറ്റ് ആണ്, ലോജിക്കൽ ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. പ്രിലിംസിൽ നിങ്ങളുടെ സേഫ് സബ്ജക്റ്റ് ആയിരിക്കും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഗൈസ്, ഓൾവേസ് റിമെമ്പർ, യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി എവറിത്തിങ്. യു ജസ്റ്റ് നീഡ് ടു സ്റ്റഡി ദ റൈറ്റ് തിങ്സ് ബട്ട് ഡീപ്ലി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 1 ബുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വരുന്ന പോളിറ്റിന്ന് 15 ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ ഒരു 13-14 90% ആക്യുറസിയിൽ 90% ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. 30 മാർക്സ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പ്രിലിംസ് ഹാഫ് ഡൺ ആണ്. ഓക്കെ, സോ അത്രയുള്ള ഈ സെഷനിൽ നിങ്ങൾ എന്തെങ്കിലും മെന്റർഷിപ്പോ ക്ലാസ്സസോ ടെസ്റ്റ് സീരീസോ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഹെൽപ്പ് യു ഔട്ട്. സീ യു ദേർ.